വേണ്ട, ഇതാണ് പട്ടി മൂത്രം ഒഴിച്ചിട്ട് അതിനെ നൈസ അടിവശത്തെ പട്ട ഇളകി കളഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ രണ്ടാമത് കെട്ടി വെച്ചേക്കാണ്. വീട്ടിൽ അച്ഛനെല്ലാം കൂടെ കെട്ടി വെച്ചേക്കാണ്. ഇപ്പം ഇതിൽ നിന്ന് വന്ന് പിടിക്കില്ല. അടുത്ത് കണ്ട, ഇതിനകത്ത് കണ്ട ഒരു കരിങ്കോഴി, ആകെ ബാക്കി നിർത്തിക്കുന്ന ഒരു കരിങ്കോഴി കണ്ട. ബാക്കി എല്ലാത്തിനെയും കൊണ്ടുപോയി, ഒന്നിനേ ഇല്ല, ഒന്നുമില്ല ബാക്കി കൊണ്ടുപോയി. അടുത്ത് ഈ മറ്റേ ഇതിന് ഒരു ചെറിയൊരു മറ്റേ വാതിലിനൊരു ചെറിയ ലോക്കൊക്കെ ഇട്ട് വെച്ചിരുന്നേ, ലോക്ക് ഇട്ട് വെച്ചിരുന്ന സാധനം, പൂട്ടി വെച്ചിരുന്ന സാധനം കണ്ട. അവിടെ ചെറിയൊരിതുണ്ട്, ഇങ്ങനെ വലിഞ്ഞു വരും കണ്ട. ഞാൻ കാണിച്ചു തരാം, പലയിടത്തും വലിക്കട്ടെ. കണ്ട നോക്ക് കണ്ട വലിച്ചാൽ എങ്ങനെ വലിഞ്ഞു വരും. അത് അത്ര ഉറപ്പ് ഇല്ല അധികം. അവിടെ ഒരു ഉറപ്പില്ല. ഈശ്വര വല്ല പട്ടിയില്ല പേയില്ല ഉണ്ടോ വെളിയിറങ്ങണ്ടെന്നാണ് പറഞ്ഞത്. നോക്ക് ഒരു കപ്പ കോഴിയില്ല, കഴുത്തൻ കോഴി മാത്രമേ നിൽക്കുന്നത്. എന്താ രസം. എങ്ങനെയാണ് കേസ്? ഞാൻ ഒരു ഇതിന് എന്നാന്തോ ദൈവമേ ഈ കുഞ്ഞും കോഴി പോണത്. അതെന്താ നാളെ അല്ലെങ്കിൽ അത് തള്ളും, അത് ഉറപ്പാണ്. എങ്ങനെ കേസ് ഒരു എന്തായിരുന്നു ഒരു പിടുത്തമില്ല. ഒന്നാ രണ്ടാ പട്ടിയാടെ ഇത്. ഇവിടെയും തന്നെ കാണുന്നത്. ഒന്നാ രണ്ടാ പട്ടിയാ? ഒരു പട്ടിയാണോ 2 പട്ടിയാണോ? ഓക്കെ, 10 പട്ടി, അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഉള്ള പട്ടികൾ. ആകെ പ്രാന്താണ്. ഇവിടത്തെ തന്നെ ഉണ്ട് പട്ടി. അത് ഇപ്പം കാണാനില്ല, എല്ലാത്തിനെയും കൊണ്ടുപോയി. ഞങ്ങളിനി വളർത്തുന്നില്ല, മടുത്തു. ഇങ്ങനെ കൊണ്ടുപോകുന്ന കാര്യം നല്ല ഇറച്ചെല്ലാം എടുത്ത് വെച്ച് കഴിച്ച് അതിനെ മൊത്തത്തോടെ തീക്കാൻ പോണേ, അല്ലെ ആക്കെങ്കിലും പിടിച്ചു കൊടുക്കാൻ പോണേ. പിന്നെ തിന്നാനൊന്നും തോന്നില്ല, കാരണം വളർത്തിയുണ്ട് നമുക്ക് തിന്നാനൊന്നും തോന്നില്ല. അതിനെല്ലാം ഇറച്ചിങ്ങനെ വിൽക്കണമെങ്കിൽ പറ്റുള്ളൂ. ഒരു ജീവിതം കൂടി അറിഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് സീൻ. ഇപ്പോൾ ഇനി പുതുതായിട്ട് ഒരെണ്ണം വാങ്ങിക്കണമെങ്കിൽ തന്നെ നമ്മളെന്ന് വെച്ചാൽ വലിയൊരു ഇടത്തരം കുടുംബത്തിൽ ജയിക്കുന്ന ഒരു മനുഷ്യനാണ്. അതായത് അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു ബ്രീഡിനെ വാങ്ങിക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. നമ്മൾ പൈസ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഭയങ്കര പാടാണ്. അതല്ല ഇനി വാങ്ങിച്ചാൽ എന്ത് അർത്ഥത്തിൽ ഞാൻ അവിടെ കൊണ്ടിടും? അടുത്ത് ഇതുപോലെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ കൈ നഷ്ടമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അതെന്തുമാത്രം ഞാൻ മുട്ടയുടെ വെച്ച് കൊടുക്കാൻ വെച്ചെന്നറിയാമോ? എല്ലാം പോയി. അപ്പോൾ ശരിയെന്നാ, ബൈ.